റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പൊസിഷനും കണ്ടുപിടിക്കണം. പൊസിഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഈ പോയിൻറ്റിന് എബൌട്ടായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലേ? എങ്ങനെയാണ് റിസൾട്ടൻ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്? അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മിൻ്റെ സ്ക്വയറും എടുത്തിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷൻ. അതായത് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് ക്വസ്റ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീറ്റയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. തീറ്റയുടെ ഇക്വേഷനൊക്കെ നമുക്ക് അറിയാമല്ലേ, നമ്മൾ പണ്ട് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച് ആണ്. സിഗ്മ വിയും സിഗ്മ എച്ചും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് തീറ്റയുടെ ഇക്വേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊസിഷൻ കണ്ടുപിടിക്കണം. ഈ റിസൾട്ടൻ്റ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. റിസൾട്ടൻറ്റിൻ്റെ പൊസിഷൻ എബൌട്ട് എ എന്ന് പറയുന്ന ഈ ഒരു പോയിൻറ്റിന് എബൌട്ടായിട്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതായത് ഇതിൽ നിന്നും എത്ര മാറിയാണ് ഈ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. വാരിങ്ടൺസ് പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? മൊമെൻറ്റിൻ്റെ സമ്മ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിന് എബൌട്ടായിട്ടാണ് മൊമെൻറ്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സിഗ്മ എം എ എന്ന് എഴുതിയത്. അതായത് മൊമെൻറ്റിൻ്റെ സം എബൌട്ട് എ ഇസ് ഈക്വൽ ടു റിസൾട്ടൻറ്റ് ഇൻറ്റു എക്സ്, റിസൾട്ടൻറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഈ എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സിഗ്മ എച്ചും സിഗ്മ വിയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് സിഗ്മ എച്ച് നോക്കാം. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ നോക്കിയേ ഹൊറിസോണ്ടൽ ഫോഴ്സിന് സം എടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ 4 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൈൻ കൺവെൻഷൻ നമുക്ക് ആദ്യം നോക്കാം. ഫോഴ്സ് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം. ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് 100 ന്യൂട്ടൺ ആണ്. അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ലെഫ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈൻ എന്ത് വരും? മൈനസ് വരും. അപ്പോൾ -100. ഇനി അടുത്ത ഒരു ഓർഡറിൽ നമുക്കങ്ങ് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഫോഴ്സ് നമ്മളെടുത്തു. ഇനി അടുത്ത ഫോഴ്സ് വന്ന് 200 ആണ്. 200 ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണോ? അല്ല, ഇതൊരു വെർട്ടിക്കൽ ഫോഴ്സാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 200 നമ്മൾ എടുക്കുന്നില്ല. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ 100 ന്യൂട്ടൺ എന്ന് പറയുന്ന ഈ ഫോഴ്സാണ്. ഇതെന്താണ്? ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? റൈറ്റിലേക്കാണ്. റൈറ്റിലേക്കാണെങ്കിൽ സൈൻ എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ +100 എന്ന് എഴുതാം. ഇനി ഇത്രയും ഫോഴ്സ് എടുത്തു. ഇനി അടുത്ത ഡിയിലേക്ക് വന്നു. ഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 150 ന്യൂട്ടൺ. ഇതിൻ്റെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. ഇത് 45 ഡിഗ്രിയിലാണ്, ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രിയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഫോഴ്സ് നോക്കിയാൽ കാണാൻ മനസ്സിലാവും എന്താണ്? ഇതൊരു ഇൻക്ലൈൻഡ് ഫോഴ്സാണ് അല്ലേ? ഇത് ഹൊറിസോണ്ടലും അല്ല വെർട്ടിക്കലുമായിട്ടല്ല, ഇത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യണം. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ടും ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും നമുക്ക് റിസോൾവ് ചെയ്യണം. എങ്ങനെയാണ് നോക്കിയത്? നമുക്ക് ഇതിൻ്റെ ഹൊറിസോണ്ടലായിട്ടും ഇതിൻ്റെ വെർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ 150 ഈ ഒരു ആക്സിസുമായിട്ടാണ് ഈ 45 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 150 ഇൻറ്റു കോസ് 45. ഇനിയും അപ്പോൾ ഈ കമ്പോണൻ്റ് എന്ത് വരും എന്ന് പറയുന്നത്? സൈൻ കമ്പോണൻ്റ് ആവും. 150 ഇൻറ്റു സൈൻ 45. ഓക്കെ, സോൾവ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, നമുക്കിതിൻ്റെ ഡയറക്ഷൻ കൂടെ മാർക്ക് ചെയ്യണം. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നോക്കി? ഈ ഒരു ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നും ഔട്ട്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസും ഉറപ്പായിട്ടും പുറത്തേക്ക് തന്നെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ മാർക്ക് ചെയ്തു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ 150 വന്നപ്പോൾ നമ്മളതിനെ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്തു. എന്തുകൊണ്ടാണ് റിസോൾവ് ചെയ്തത്? ഇത് ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ റിസോൾവ് ചെയ്തു. നമുക്ക് ഹൊറിസോണ്ടലും കിട്ടി, വെർട്ടിക്കലും കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഫോഴ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? ഹൊറിസോണ്ടലാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് ഈ കമ്പോണൻറ്റിനെ എടുക്കാം അല്ലേ? ഇത് റൈറ്റിലേക്കാണ്, അതുകൊണ്ട് പോസിറ്റീവാണ്. അപ്പോൾ +150 ഇൻറ്റു കോസ്
45 is equal to, ഇതിനെ നിങ്ങൾ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 106.07 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് സിഗ്മ വി കണ്ടുപിടിക്കാം. അതായത് വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സമ്മിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് ഹൊറിസോണ്ടലാണ്. അപ്പോൾ ഇതിന് വെർട്ടിക്കൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നോക്കിക്കുക, അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നോക്കിക്കുക, ഈ ഒരു ഫോഴ്സ് എന്താണ്, വെർട്ടിക്കലാണ് അല്ലേ. ഇതിൻ്റെ സൈൻ കൺവെൻഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവായിട്ടും ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവുമായിട്ട് എടുക്കാം. 200 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോഴ്സാണ്, അതുപോലെ തന്നെ ഇത് അപ്വേർഡുമാണ്. അപ്പോൾ എന്താണിത്, പോസിറ്റീവാണ്. നമുക്ക് +200 എന്ന് എഴുതാം. അടുത്തത് ഈ 100 ന്യൂട്ടനാണ്, അത് ഹൊറിസോണ്ടലാണ്, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ 150 ന്യൂട്ടനിലേക്ക് വന്നു. ഈ 150 ന്യൂട്ടനിൽ വരുമ്പോൾ നമ്മളതിനെ റിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കി ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഏതാണ്? ഈ സൈൻ കമ്പോണൻ്റ് ആണ് അല്ലേ. അതെന്ന് പറയുന്നത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ആണെങ്കിൽ സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ -150 × sin 45. ഓക്കെ, അത്ര നമ്മൾ എഴുതി. ഇനി നോക്കിയാൽ ഇനി വേറെ ഫോഴ്സ് ഒന്നുമില്ല അല്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ റിസോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 93.93 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ എച്ചും സിഗ്മ വിയും കണ്ടുപിടിച്ചു. നമുക്ക് റിസൾട്ടൻ്റെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഇക്വേഷൻ നിങ്ങൾ എഴുതുക. എന്നിട്ട് ഈ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ എച്ചിൻ്റെ സ്ക്വയറും അതുപോലെ സിഗ്മ വി എത്രയാണ്? 93.93ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 141.68 ന്യൂട്ടൺ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്കിനി അതായത് റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കിനി ക്വസ്റ്റ്യൻ അടുത്ത് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? തീറ്റ അല്ലേ, തീറ്റയാണ്. അതായത് ഈ ഒരു റിസൾട്ടൻ്റ് ക്രിയേറ്റ് ചെയ്ത ആംഗിളാണ് നമുക്ക് വേണ്ടുന്നത്. ആംഗിൾ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച് ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് സിഗ്മ വി എന്ന് വെച്ചാൽ എത്രയാണ്? 93.93 ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച് എന്ന് പറയുന്നത് 106.07 ആണ്. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടുന്നത് 41.52 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഡയറക്ഷനും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇതിന് ഈ റിസൾട്ടൻ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്ത് നോക്കാം. നമുക്ക് സിഗ്മ എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവാണ്, സിഗ്മ വി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും വരുന്നത് അല്ലേ. സിഗ്മ എച്ച് പോസിറ്റീവാണ്, അതുപോലെ തന്നെ സിഗ്മ വിയും എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ ഇതിന് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് എന്താണ്? 141.68 ആണ് അല്ലേ. അതിങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ്. 41.52 ഡിഗ്രിയാണ്. ഓക്കെ, ഇങ്ങനെയാണിത് ആക്ട് ചെയ്യുന്നത്. ഇനി ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ റിസൾട്ടൻ്റ് ഇവിടെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. പൊസിഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിസൾട്ടൻ്റ് ഈ ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മുടെ ഈ റിസൾട്ടൻ്റ് ഇപ്പോൾ ഇത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അത് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ഈ ഒരു പോയിന്റിന് എം എന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എം എ എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിതാ ഈ ഒരു എക്സ് ആണ് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് സിഗ്മ എം എ നോക്കാം. സിഗ്മ എം എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഴ്സുകളുടെ എല്ലാം കൂടെ മൊമെൻറ്റ് എബൌട്ട് എ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു റിസൾട്ടിനെ കൺസിഡർ ചെയ്യേണ്ട മനസ്സിൽ വരച്ചിട്ടേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഫോഴ്സിനെ നോക്കാം. ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഇതേ പോയിന്റിൽ കൂടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? ഈ പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഈ ഫോഴ്സ് ഇതേ പോയിന്റിൽ കൂടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻറ്റ് ഉണ്ടാവത്തില്ല. കാര്യം എന്താണ്? മൊമെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഫോഴ്സ് ഉണ്ട് 100, പക്ഷേ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാനായിട്ടുണ്ടോ? ഇല്ല. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ 0 ആയിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിനെ എടുക്കണ്ട. ഇനി നമുക്ക് അടുത്ത ഫോഴ്സ് ഏതാണ്? 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, 200 ന്യൂട്ടൺ കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് നമുക്ക് വേണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം?
മൊമെൻ്റ് ഇക്വേഷൻ നമുക്കറിയാം ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇവിടെ എത്രയാണ്? 200 ആണ്. അപ്പോൾ 200 ഇൻറ്റു അടുത്തത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം അല്ലേ. ഈ ഒരു ഫോഴ്സും ഈ ഒരു പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോഴ്സും ഈ ഒരു പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതല്ലേ അല്ലേ, ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പോയിൻറ്റും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നോക്കിക്കേ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 2 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 200 ഇൻറ്റു 2 എന്ന് എഴുതി. മനസ്സിലായോ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സൈൻ കൺവെൻഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് മൊമെൻ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവും, ഓക്കെ, മൊമെൻ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവും, മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവുമായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ മൊമെൻ്റ് ഈ ഒരു ഫോഴ്സ് എന്ത് ടൈപ്പ് മൊമെൻ്റാണ് ഈ ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നേരത്തെ പ്രോബ്ലംസ് ഒക്കെ കണ്ടവർക്ക് ഉറപ്പായിട്ട് ഇത് പറയാനായിട്ട് പറ്റും. നോക്കിക്കേ, ഈ ഒരു ഫോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു റൊട്ടേഷൻ ആയിരിക്കും അല്ലേ, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഇതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. ഈ ഒരു ഫോഴ്സ് ഈ ഒരു പോയിന്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷനായിരിക്കും. ഇത് എന്ത് ഡയറക്ഷനാണ്? ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിരിക്കും ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫോഴ്സ് ഏതാണ്? 100. ഓക്കെ, അപ്പോൾ ഈ 100 കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് വേണം. മൊമെൻ്റ് ഇക്വേഷൻ നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് നമുക്കറിയാം എത്രയാണ്, സൈൻ നമുക്ക് പിന്നെ നോക്കാം. ഫോഴ്സ് 100 ആണ്. അടുത്തത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഈ ഒരു പോയിൻറ്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നോക്കി, നമുക്ക് ഓൾറെഡി ലൈൻ കിടപ്പുണ്ട് അല്ലേ. അതായത് ഇങ്ങനെയായിരിക്കും പെർപെൻഡിക്കുലർ വരിക. അപ്പോൾ നോക്കി, ഇതായിരിക്കും നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ഒരു ഫോഴ്സിൻ്റെ ഈ ഒരു പോയിൻറ്റുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. അത് 4 ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് എന്താണ്? ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഈ 100 ന്യൂട്ടൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും നോക്കിക്കേ. അതൊരു എങ്ങനെയായിരിക്കും വരിക? ഈ ഒരു ഡയറക്ഷനായിരിക്കും വരുന്നത് അല്ലേ, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്ത് ടൈപ്പ് മൊമെൻ്റാണ്? ഇത് എന്ത് ഡയറക്ഷനാണ്? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് അല്ലേ. ക്ലോക്ക് വൈസ് ആകുമ്പോൾ നമുക്കിതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 150 ആണ്. അപ്പോൾ ഈ 150 നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ എടുക്കാം. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 150 cos 45 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ഇവിടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നോക്കിയേ. അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് അല്ലേ, നമുക്ക് മൊമെൻ്റ് എടുക്കാനുള്ള പോയിന്റ് ഇതാണ്. അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും പാസ് ചെയ്യുന്നത്. അപ്പോൾ മൊമെൻ്റ് ഉണ്ടോ? ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻ്റ് ഉണ്ടോ? ഇല്ല, മൊമെൻ്റ് ഇല്ല. കാര്യം ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതേ പോയിന്റിൽ കൂടെ തന്നെയാണ് അല്ലേ. ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ എടുക്കാനായിട്ടുണ്ടോ? ഇല്ല, അതിൻ്റെ അതേ പോയിന്റിൽ കൂടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫോഴ്സ് കമ്പോണൻറ്റ് കാരണം ഇവിടെ മൊമെൻറ്റ് ഇല്ല. ഇനി അടുത്ത കമ്പോണൻറ്റ് എടുക്കുക, 150 ഇൻറ്റു സൈൻ 45. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 150 ഇൻറ്റു സൈൻ 45 ഇൻറ്റു ഫോഴ്സ് നമ്മളായി അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സായി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെയാണ് വരിക നോക്കി. നമുക്ക് വേണ്ടുന്ന പോയിന്റ് ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഈ ഒരു ഫോഴ്സും ഈ ഒരു പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് അല്ലേ. ഇതാണ് നമ്മുടെ ഫോഴ്സ്. ഇത് ഇവിടെ ഈ ഒരു ഫോഴ്സും ഇതും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? AD എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അതെന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. നമുക്ക് അടുത്തത് വേണ്ടുന്നത് ഡയറക്ഷനാണ് അല്ലേ. ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും വരിക. ഇങ്ങനെയായിരിക്കും വരുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇതിൽ സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലെ മൊമെൻറ്റ് കിട്ടുന്നത് 424.26 ന്യൂട്ടൺ മീറ്റർ എന്ന്
കിട്ടും. അപ്പോൾ നമുക്ക് മൊമെൻ്റ് കിട്ടി, സിഗ്മ എം എ കിട്ടി. ഇനി നമുക്ക് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ആൻസർ നമുക്ക് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ എം എ ഡിവൈഡഡ് ബൈ ആർ ആണ്. സിഗ്മ എം എന്ന് പറയുന്നത് 424.26 ഡിവൈഡഡ് ബൈ ആർ എന്ന് പറയുന്നത് 141.68 ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.994 മീറ്റർ എന്ന് കിട്ടും. നമുക്ക് നമ്മുടെ പൊസിഷൻ ഓഫ് റിസൾട്ടൻറ്റ് എബൌട്ട് എ നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മുതൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടൻറ്റ് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഈ റിസൾട്ടൻറ്റ് 141.68. ആ ഒരു റിസൾട്ടൻ്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 2.994 എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും അറിയാം മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻറ്റ് ഇൻറ്റു ഈ ഒരു പോയിന്റ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ എ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? നോക്കിയേ, ഈ റിസൾട്ടൻ്റ് ആർ ഈ ഒരു പോയിന്റിന് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, എം എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, നമ്മുടെ റിസൾട്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് റിസൾട്ടൻറ്റും ഹൊറിസോൺ തമ്മിലുള്ള ആംഗിൾ തീറ്റ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 41.52 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് എഴുതുകയാണ്. 41.52 ഡിഗ്രിയാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കി ഇതെന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ? നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 90 ഡിഗ്രിയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതാണ് ഇതിൻ്റെ റൈറ്റ് ആംഗിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒരു ആംഗിളും ഉണ്ട്, ഒരു ഡിസ്റ്റൻസും ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എം എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെയാണ് എം എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും? നോക്കി, ഇത് നമുക്ക് ടാൻ തീറ്റ എടുക്കാം അല്ലേ? ടാൻ ഈ ആംഗിൾ തീറ്റയ്ക്ക് പകരം ഈ ആംഗിൾ 41.52 എന്താണ്? ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നോക്കി, ഇതിൻ്റെ ഓപ്പോസിറ്റ് 2.994 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ്. അഡ്ജസൻ്റ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എം എ. അങ്ങനെ നമുക്ക് എം എ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 2.994 ഡിവൈഡഡ് ബൈ ടാൻ 41.52 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 3.37 മീറ്റർ എന്നാണ്. അതായത് എയിൽ നിന്നും 3.37 മീറ്റർ മാറിയാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ ഓഫ് ദി റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്.